ഇന്നത്തെ രാവ് അതീവ നിർണായകമാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ രാത്രിയിൽ ഇനി എന്തെല്ലാം തരത്തിലുള്ള തിരിച്ചടിയാകും ഇറാൻ നൽകുക, അതിന് മറുപടിയായി ഇസ്രായേലും യുഎസും എന്തെല്ലാം ആയിരിക്കും ചെയ്യുക എന്നുള്ളതും ഇപ്പോൾ അവ്യക്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇറാനിലുള്ള ഭരണ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടി വരേണ്ടതുണ്ട്. കാരണം ഈ ആക്രമണം ഇസ്രായേലോ അല്ലെങ്കിൽ യുഎസോ അവസാനിപ്പിക്കണമെങ്കിൽ അവരുടെ ലക്ഷ്യം അവർക്ക് നേടേണ്ടതുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അവിടെ ഭരണമാറ്റം, അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കുക എന്നുള്ളതാണ്. നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ അവിടുത്തെ പ്രതിരോധ മന്ത്രിയും കമാൻഡറും കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ തന്നെ ഇറാനിലെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചത് പ്രകാരമാണെങ്കിൽ ക്യാബിനറ്റിലെ പല പ്രധാനപ്പെട്ട മന്ത്രിമാർക്കും വിവിധ വകുപ്പുകൾ വീണ്ടും മാറ്റി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭരണ ചുമതല നൽകിയിട്ടുണ്ട്. ഇതെന്തിനാണ് എന്നുള്ള ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം ഭരണ ചുമതലകൾ മാറ്റണമെങ്കിൽ നിലവിൽ ആ ഭരണ ചുമതല വഹിച്ചിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇറാനിലെ വിവിധ വാർത്താ വെബ്സൈറ്റുകളും ഒപ്പം തന്നെ ഏജൻസികളും എല്ലാം ഹാക്ക് ചെയ്തൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഏതായാലും കാത്തിരുന്ന് വളരെ നിർണായകമായ വിവരങ്ങൾ നൽകുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം ഇസ്ഫഹാനിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകും. അവിടെ കാത്തിരിക്കൂ, പക്ഷേ ആ പ്രദേശത്തേക്ക് പോകരുത്. ആ പ്രദേശത്തേക്ക് ആക്രമണം നടന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത് എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാം, ഇസ്ഫഹാൻ എന്ന് പറയുന്ന നഗരം ഇറാൻ എത്രത്തോളം പ്രിയപ്പെട്ട നഗരമാണ് എന്ന് നമുക്കറിയാം. ലോകത്തിന്റെ പകുതി എന്ന് വിശേഷിപ്പിക്കുന്ന, ലോകത്തിന്റെ കാഴ്ചാ സൗന്ദര്യത്തിന്റെ പകുതിയോളം ഇസ്ഫഹാനിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ്. വലിയ ടൂറിസ്റ്റുകൾ വന്നു ചേരുന്ന ഒരിടമാണ്. ടൂറിസ്റ്റുകൾ നിരന്തരം എത്തുന്ന ഒരു സ്ഥലമാണ് ഇസ്ഫഹാൻ എന്ന് പറയുന്നത്. ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു എന്നതിനേക്കപ്പുറത്ത് ഇറാന്റെ ചരിത്രവും പാരമ്പര്യവുമായി എന്നും ചേർത്ത് വെക്കപ്പെടുന്ന ഒരു നഗരമാണ് ഇസ്ഫഹാൻ. ഇസ്ഫഹാനിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭീഷണി വരുന്നത്. അവിടേക്ക് ആക്രമിക്കാൻ പോകുന്നു. ആക്രമണം നടന്നാൽ മേഖലയിലേക്ക് പ്രവേശിക്കരുത്, അവിടെ ആണവ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ അഫ്താബ് റഹ്മാൻ പറഞ്ഞതുപോലെ ഗസയിലും ഫലസ്തീനിലെ സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കാൻ ഇസ്രായേൽ പുറത്തെടുത്ത ആയുധശേഖരം നമ്മൾ കണ്ടതാണ്. ആ ആയുധശേഖരങ്ങളിൽ അവരുടെ പടക്കോപ്പുകളിൽ ഏതായിരിക്കും ഇവിടേക്ക് കാത്തുവെച്ചിട്ടുണ്ടാവുക? അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആയുധങ്ങളുടെ മൂർച്ച കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുണ്ടാക്കാവുന്ന അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരു പക്ഷേ മുന്നറിയിപ്പ് എന്നോണം, ഭീഷണി എന്നോണം ഇസ്രായേൽ പറയുകയാണ് അങ്ങോട്ടേക്ക് പോകരുത്. അതിനിടയിലും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഇറാനിൽ 200 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ കൊല്ലപ്പെട്ടവരിൽ 100-നടുപ്പിച്ച് സാധാരണ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന പെൺകുട്ടികളാണ് എന്നുള്ളത്. 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളാണ് എന്നുള്ളത് അങ്ങേയറ്റം സങ്കടകരമായ കാര്യമാണ്. കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന ഈ യുദ്ധം അത് എത്ര ദിവസം എങ്ങനെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യവും. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ ഈ സമയത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. വലിയ ജാഗ്രതയിൽ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയാണ്, കൺമുന്നിൽ കാഴ്ചയായി തെളിഞ്ഞു വരികയാണ്. വലിയ കെട്ടിടങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു, തീനാളങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നു. അതിനകത്ത്, ആ കെട്ടിടത്തിനകത്ത് ആളുകൾ താമസിക്കുന്നുണ്ടാകാം. എന്തായിരിക്കാം അവരുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ഇനിയുള്ള നിമിഷങ്ങളിൽ അറിയേണ്ടതുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിൽ വലിയ തോതിൽ നടക്കുമ്പോൾ, തിരിച്ചടി ഇസ്രായേലിലേക്ക് നടക്കുമ്പോഴും ഇറാനിലെ വാർത്താ മാധ്യമ കമ്മ്യൂണിക്കേഷൻ ശൃംഖല പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവശേഷിക്കുന്ന വെബ്സൈറ്റുകളിൽ പലതും, വിശ്വസനീയമെന്ന് നമുക്ക് തോന്നുന്ന സോഴ്സുകൾ പലതും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിൽ നിന്ന് ചില റിപ്പോർട്ടുകളായി വരുന്നു. ഓക്കെ.